Good morning. Good morning, Good ma'am. morning. Good morning, ma'am. Good morning. Good morning. Good Good morning, morning, ma'am. ma'am. Good Good morning, ma'am. morning. How are you? Good morning. Good Fine, ma'am. morning. Good morning, ma'am. Good morning. Good morning, ma'am. Morning. Good morning, ma'am. Morning. Good morning, ma'am. Morning. ഇത് ക്ലാസ് ഒക്കെ തുടങ്ങിയായിരുന്നില്ലേ? വേറെ പീരീഡ്സിലൊക്കെ കയറിയിരുന്നോ? ഇന്നലെ ഇംഗ്ലീഷ് തുടങ്ങായിരുന്നു മിസ്. ഏ കേട്ടില്ല. ഇന്നലെ ഇംഗ്ലീഷിന്റെ ക്ലാസ് തുടങ്ങിയിരുന്നു. ഇന്നലെയാണോ തുടങ്ങിയത്? ഇന്നലെ തൊട്ട് തുടങ്ങി. ഫ്രൈഡേ തൊട്ട് തുടങ്ങി, മാം. ഓക്കെ, പ്രെയർ ഒക്കെ പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? പ്രെയർ മലയാളത്തിൽ ചെല്ലാം. ആരാണ് പ്രെയർ? ഗുഡ് മോർണിംഗ്, മാം. ഗുഡ് ഞാൻ മോർണിംഗ്. ഉഷയാണേ. ഉഷ വയനാട് മീനങ്ങാടി. ഞാൻ ബെയറിയല്ല. സർവജര സൃഷ്ടാവാം ദൈവമേ സത്യസ്തനാദേന ചൈതന്യമേ പുണ്യം വഴിയും
പൂവിതൾ എന്നെന്നും ഞങ്ങളിൽ തൂവേണം പുല്ലിലും പൂവിലും കഴിഞ്ഞോ? ഏ തോട്ട് ഓഫ് ദി ഡേ ആരാണ്? ഞാൻ പറയാം മിസ്സേ. I am Meghna. Today thought of the day. Never think I have nothing. Never think I have everything. But always think I have something. I can achieve anything. Thank you. വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിപ്പോ ഇന്ന് ഫസ്റ്റ് ചാപ്റ്റർ സൈക്കോളജിയിലെ ചാപ്റ്റേഴ്സ് ആണ് തുടങ്ങുന്നത് കേട്ടോ. പാർട്ട് 2 നമ്മൾ തുടങ്ങുന്നത്. അന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോ ടീച്ചേഴ്സ് മാറി മാറിയായിട്ട് എടുക്കുന്നത് കേട്ടോ. ഓക്കെ മാം. നമ്മൾ ആദ്യം ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന സൈക്കോളജിക്കൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, കുട്ടികളിലെ വികസനവും വളർച്ചയെയും കുറിച്ച് കേട്ടോ. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. Human development is a lifelong process which is connected with physical behavior, cognitive and emotional growth and change. In the early stage of life, from babyhood to childhood, childhood to adolescence, and adolescence to adulthood, tremendous change take place. Although the process each person develops an attitude and values that guide choice, relationship, and understanding. For growth and development കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇസ് എ ലൈഫ് ലോങ് പ്രോസസ് വിച്ച് ഈസ് കണക്റ്റഡ് വിത്ത് ഫിസിക്കൽ ബിഹേവിയറൽ. ഹ്യൂമൻ ഡെവലപ്മെന്റ് അതായത് ജീവിതത്തിന്റെ അതായത് വളർച്ച വികാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈഫ് ലോങ് പ്രോസസ് ആണ് അല്ലെ? മനുഷ്യന്റെ വികാസം എന്ന് പറഞ്ഞാൽ ഒരു ആജീവനാന്ത പ്രക്രിയയാണ് അല്ലെ? നമ്മുടെ ലൈഫ് ലോങ് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് എന്താണ്? ഹ്യൂമൻ ഡെവലപ്മെന്റ് തന്നെയാണ് അല്ലെ? മനുഷ്യന്റെ വികസനമാണ്. മനുഷ്യൻ ഇങ്ങനെ ഓരോ ദിനം പ്രതി എന്താണ്? വികസിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഏതെല്ലാം രീതിയിലാണ് വികസനം ഉണ്ടാകുന്നത്, ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്? ഏതൊക്കെ രീതിയിലാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത്? വിത്ത് ഫിസിക്കൽ അല്ലെ, ശാരീരികമായ വികസനം ഉണ്ടാകുന്നു. ബിഹേവിയർ അല്ലെ, പെരുമാറ്റത്തിൽ നമുക്ക് ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നു. കോഗ്നിറ്റീവ് എന്താണ്? വൈജ്ഞാനികപരമായ അല്ലെങ്കിൽ വ്യക്തിപരമായി നമുക്ക് വികാസം ഉണ്ടാകുന്നു. ആൻഡ് ഇമോഷണൽ ഗ്രോത്ത് ആൻഡ് ചേഞ്ച്, വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ വൈകാരികമായിട്ടുള്ള വളർച്ചയും ആർക്കുണ്ടാകുന്നു? മനുഷ്യരിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഈ പ്രധാന കാര്യങ്ങളിലാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? വികസനം ഉണ്ടാവും അല്ലെ? ഒന്നുകൂടി പറയാം, ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലൈഫ് ലോങ് പ്രോസസ് ആണ് അല്ലെ? അതൊരു ആജീവനാന്ത പ്രക്രിയയാണ്. ഏതൊക്കെ വിഭാഗങ്ങളിലാണ് നമ്മൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് മനുഷ്യരില്? ഏതൊക്കെ വിഭാഗങ്ങളിലാണ് പറഞ്ഞത് നമ്മള്? ഫിസിക്കൽ, Behavior, cognitive, and Emotional growth. ഗ്രോത്ത് ആൻഡ് ചേഞ്ച്. ഓക്കെ, ഇത്തരം കാര്യങ്ങളിൽ നമുക്കറിയാലേ, നമ്മള് പഠിക്കുമ്പോൾ നമ്മളുടെ ലൈഫ് സിറ്റുവേഷൻ ആലോചിച്ചിട്ട് പഠിക്കാട്ടോ. അപ്പൊ നിങ്ങൾക്കത് കിട്ടും. നമ്മൾ എങ്ങനെയാണ് വളർന്നത്, നമ്മൾക്ക് എന്തൊക്കെ ശാരീരിക മാറ്റങ്ങളുണ്ട്, എന്തൊക്കെ പെരുമാറ്റത്തിൽ മാറ്റങ്ങളുണ്ട്. ബുദ്ധിപരമായി നമ്മൾക്കിപ്പോ 1-ാം ക്ലാസ്സിൽ പഠിച്ച ബുദ്ധിയാണോ 5-ാം ക്ലാസ്സിൽ എത്തിയ സമയത്ത്? ഇല്ല അല്ലെ? നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മുടെ ആ ഒരു കോഗ്നിറ്റീവ് പ്രോസസ്, അതിൽ വൈജ്ഞാനികമായിട്ടുള്ള വികസനം നമ്മളിൽ വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 5-ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് എന്താണ്? കുറച്ചുകൂടി നമ്മൾക്ക് കാലിബറായി അല്ലെ, കുറച്ചുകൂടി കാര്യങ്ങൾ ഏബിൾ ആക്കാൻ, മനസ്സിലാക്കാനുള്ളൊരു എന്താണ് ആ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുകയാണ്. അത് ഒരു 10-ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് നമ്മുടെ ഇന്റലിജൻസിൽ വ്യത്യാസം വരുന്നു, ശാരീരികമായ വ്യത്യാസം വരുന്നു അല്ലെ? ഓരോ വ്യത്യാസങ്ങളും ഇങ്ങനെ എന്താണ്? ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ശരീരത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇൻ ദ ഏർലി സ്റ്റേജ് ഓഫ് ലൈഫ് ഫ്രം ബേബിഹുഡ് ടു ചൈൽഡ്ഹുഡ്. അപ്പൊ നമ്മളുടെ വികസനത്തിന്റെ, ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ ആ ഒരു കാലഘട്ടത്തിനെ
ഒരു 4 രീതിയിൽ ഇവിടെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ സ്റ്റേജസ് ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്? ലൈഫ് ഫ്രം babyhood, childhood. ബേബിഹുഡ് ടു ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാല് ചെറുപ്പക്കാലം തൊട്ട് അതിന്റെ കുറച്ച് വളർച്ചയില്ല ഇതാണ്. ഓക്കെ, ആ ഒരു ഇൻഫാന്റ് പീരീഡ് അല്ലെ, ആ ഒരു ശിശു തുടങ്ങി അല്ലെങ്കിൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് തുടങ്ങിയ ഒരു ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം വരെയുള്ള ഒരു കാലഘട്ടം. ദെൻ ചൈൽഡ്ഹുഡ് ടു അഡോളസെൻസ്, ഇതെന്താണ്? കുട്ടിക്കാലം മുതല് കൗമാരം വരെയുള്ള ഒരു കാലഘട്ടം അല്ലെ. അഡോളസെൻസ് ആരാണ്? കൗമാരക്കാർ കേട്ടോ. അഡോളസെൻസ് കൗമാരക്കാരാണ്. ചൈൽഡ് ടു അഡോളസെൻസ്, കാലം മുതല് കൗമാരക്കാരുള്ള കാലഘട്ടം. ഓക്കെ, അടുത്ത സ്റ്റേജ് എന്താണ്? അഡോളസെൻസ് ടു അഡൽട്ട്ഹുഡ്. എന്താണത്? കൗമാരം മുതൽ എവിടം വരെയാണ്? യൗവനം വരെ. യൗവനം വരെ അല്ലെ. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈം വരെ എന്താണ്? ട്രെമനസ് ചേഞ്ചസ് ടേക്ക് പ്ലേസ്. ഈ ഒരു സമയം വരെ നമ്മൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ് അല്ലെ, പെട്ടെന്നുള്ള ചേഞ്ചസ് ആണ് നമ്മൾക്ക് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ സ്റ്റേജസ് ആണുള്ളത്? ബേബിഹുഡ് ടു ചൈൽഡ്ഹുഡ്, and adolescence to adulthood. ഓക്കെ, മാം ട്രെമൻഡസ് മീൻസ് പെട്ടെന്നുള്ള ഒരു മീനിങ്. ഓക്കെ, അപ്പൊ നമ്മളെല്ലാവരും ഈ ഒരു സ്റ്റേജസ് കടന്നു പോയവരാണ് അല്ലെ. സ്റ്റേജസ് എല്ലാം നമ്മളിപ്പോ ഏത് സ്റ്റേജസിലാണ് നിൽക്കുന്നത്? ഓരോരുത്തരും വ്യത്യസ്തരാണ്. എങ്കിലും നിങ്ങൾക്കറിയാം നിങ്ങൾ ഏത് സ്റ്റേജിലാണ് എന്നുള്ളത് അല്ലെ. ഈ ഒരു സ്റ്റേജ് ഒക്കെ നമ്മളുടെ കഴിഞ്ഞു അല്ലെ. വികസനത്തിന്റെ ആദ്യ ഘട്ടങ്ങൾ നമ്മളുടെ കഴിഞ്ഞു. ഓക്കെ, ഇപ്പോ മിക്കവരും എന്താണ് അഡൽട്ട്ഹുഡിൽ നിൽക്കുന്നവരുണ്ടാവും ഈ കാറ്റഗറിയിൽ അല്ലെ. നിങ്ങളുടെ ഈ കാറ്റഗറിയിൽ അഡൽട്ട്ഹുഡ് വരെ നിൽക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കാം. ഫസ്റ്റ് കഴിഞ്ഞ് ജോയിൻ ചെയ്തവരൊക്കെ ഇല്ലേ ഇതിലാണ്? ഉണ്ട് കേട്ടോ. Although the process, each person develops an attitude and values that guide choice, relationship and understanding. എന്താണ് പറയുന്നത്? ഓരോ പേഴ്സൺസിനും എന്തുണ്ടെന്നാണ് പറയുന്നത്? Attitude and values that guide. ഓക്കെ, നമ്മൾക്ക് ഈ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? നമ്മൾക്കൊരു ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാവുന്നു അല്ലെ. നമ്മൾക്ക് സ്വയം ഒരു മനോഭാവം ഉണ്ടാവുന്നു, വാല്യൂസ് ഉണ്ടാവുന്നു അല്ലെ. എന്താ പറഞ്ഞത്? കേട്ടില്ല കേട്ടോ. ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നു, വാല്യൂസ് മനസ്സിലാവുന്നു, ചോയ്സ് എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ള ചോയ്സസ് ഒക്കെ നമ്മളിലാണ് ഉണ്ടാകുന്നത് അല്ലെ. റിലേഷൻഷിപ്സ്, ബന്ധങ്ങള്, അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കൽ, ഇതെല്ലാം എന്തിന്റെ പ്രക്രിയയാണ്? നമ്മൾ ഓരോ ദിനം പ്രതി വികസിക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളിൽ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ്സുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആസ്പെക്ട്സുകൾ രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പൊ പാരഗ്രാഫ് ഒന്നുകൂടി ഒന്ന് നോക്കി. ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈഫ് ലോങ് പ്രോസസ് ആണ്, ഇതൊരു ആജീവനാന്ത പ്രക്രിയയാണ്. എന്തൊക്കെ കാര്യങ്ങളിലാണ് ചേഞ്ചസ് ഉണ്ടാവുന്നത്? Cognitive and emotional growth. Physical, behavior, cognitive and emotional growth changes. ക്ലിയർ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ റേഞ്ച് ഉള്ളോടത്തിരിക്കുന്നു കേട്ടോ. നിങ്ങളുടെ റേഞ്ച് കട്ട് ആവുന്നുണ്ടാവും ചിലപ്പോ. ഓക്കെ, അപ്പൊ ജീവിതത്തിന്റെ ആദ്യത്തെ പ്രാരംഭഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ എവിടം മുതൽ എവിടം വരെയാണ്? ഇൻ early stages of life from babyhood to childhood, childhood to adolescence, adolescence to adulthood. ഓക്കെ, ബുക്ക് കിട്ടിയായിരുന്നോ? ഇല്ല. ബുക്ക് കിട്ടിയില്ല. ഇല്ല മാം. ഇല്ല. ഓക്കെ, അപ്പൊ അത് അണ്ടർലൈൻ ചെയ്യാൻ പറ്റില്ല അല്ലെ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വോയിസ് കേൾക്കുന്നുണ്ടോ ഇവിടുന്ന്? എന്തെങ്കിലും കട്ട് ചെയ്യുന്ന എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ?
പക്ഷെ ഇവിടെ തൊട്ടടുത്തൊരു വലിയ മരം മുറിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഒച്ച ഉണ്ട് കേട്ടോ. കേൾക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. എന്തെങ്കിലും ഇല്ല ഡിസ്റ്റർബൻസ് അങ്ങനെയൊന്നും ആണ്. കേൾക്കുന്നില്ല. കുഴപ്പമില്ല. ഇനി ടേം ഗ്രോത്ത്, നമ്മുടെ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നോക്കാൻ പോകുന്നത് ഗ്രോത്ത് ആണ്. അപ്പൊ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഡെവലപ്മെന്റും ഗ്രോത്തും രണ്ടും രണ്ടാണ് കേട്ടോ. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ വികസനമാണ്, ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളർച്ച. അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പൊ അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ്, വേർഡ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം മനസ്സിലാക്കുക. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ വികസനം, ഗ്രോത്ത് എന്ന് പറഞ്ഞാല് വളർച്ച. ഓക്കെ, പിന്നെ അതെന്തൊക്കെയാണ് പറഞ്ഞുതരാം. The term growth portions to dimensional augmentation, cellular multiplication, or quantitative changes in sizes, weight, and number. Human growth is based on biological events, which case growth physically that naturally happen in the course during the early stage of life. ഈ വാക്കുകളൊന്നും കേട്ട് പേടിക്കേണ്ട. അപ്പൊ ഇവിടെ ഗ്രോത്തിനെ ഡിഫൈൻ ചെയ്തതാണ്. ഗ്രോത്ത് നമ്മളുടെ ശാരീരികമായിട്ട് നമ്മൾ ഏതൊക്കെ വിഭാഗങ്ങളിലാണ് നമ്മൾക്ക് വളർച്ച ഉണ്ടാകുന്നത്, ഏതൊക്കെയായിരിക്കാം നോക്കി. പോർഷൻസ് ടു ഡയമെൻഷണൽ ഓഗ്മെന്റേഷൻ. ഡയമെൻഷണൽ ഓഗ്മെന്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വർദ്ധിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ശാരീരികമായി വർദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളുടെ ശരീരത്തിൽ വികസനം, ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ എന്തിലായിരിക്കണം വളർച്ച ഉണ്ടാവേണ്ടത്? സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ അല്ലെ. സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോശങ്ങൾ വർദ്ധിക്കണം അല്ലെ. കോശങ്ങൾ വർദ്ധിച്ചിട്ടാണ് നമ്മളിൽ എന്തുണ്ടാവുന്നത്? ശാരീരിക വികസനം, ശാരീരിക വളർച്ച സംഭവിക്കുന്നത് അല്ലെ. ഓരോ കോശങ്ങളും ഇങ്ങനെ വിഭജിച്ചിട്ടല്ലേ നമ്മൾ ഓരോ സെൽസും രൂപപ്പെട്ടിട്ടാണ് നമ്മൾ എന്തുണ്ടായിരിക്കുന്നത്? ശാരീരികമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് നമുക്ക് സെല്ലുലാർ വിഭജനം മൂലം ഉണ്ടാവുന്ന വളർച്ച ഉണ്ടാവുന്നത്? നമ്മളുടെ സൈസില്, വെയിറ്റില്, ഹൈറ്റിലൊക്കെയാണ് നമ്മൾക്ക് ഗ്രോത്ത് കണക്കാക്കാൻ സാധിക്കുന്നത്. സെല്ലുലാർ കോശത്തിന്റെ വിഭജനം മൂലമാണ് നമ്മൾ എന്തുണ്ടാവുന്നത്? വളർച്ച ഉണ്ടാവുന്നത്. ഓക്കെ, സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോശവർദ്ധനവ് എന്ന മീനിങ് ആണ് കേട്ടോ. കോശവർദ്ധനവ്. ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ഇൻ സൈസ്. ഓക്കെ, അളവിലുണ്ടാവുന്ന ചേഞ്ചസിലാണ് നമുക്ക് എന്ത് വരുന്നത്? നമ്മൾക്ക് വെയിറ്റ് കൂടുന്നത്, സൈസ് കൂടുന്നത്, ഹൈറ്റ് ഒക്കെ കൂടുന്നത് ഈ ഒരു സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, അപ്പം വളർച്ച എന്നത് എന്താണെന്ന് മനസ്സിലായോ? ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ മൂലമാണ് നമ്മൾക്ക് എന്തുണ്ടാവുന്നത്? ഗ്രോത്ത് ഉണ്ടാവുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലൈഫ് ലോങ് പ്രോസസ് ആണ്. അത് നമ്മളുടെ എന്തിലൊക്കെയാണ് വ്യത്യാസം വരുന്നത്? ഫിസിക്കലി, ബിഹേവിയറലി, കോഗ്നിറ്റീവ്. ഇവിടെ നമ്മൾക്ക് ശാരീരികമായിട്ടുള്ള ഗ്രോത്ത് മാത്രമേ വരുള്ളൂ അല്ലെ. വളർച്ച ശാരീരികമായിട്ടേ സംഭവിക്കുന്നുള്ളൂ. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിങ്ങനെ ലൈഫ് ലോങ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു പ്രക്രിയയാണ്. കണ്ടിന്യൂസ് പ്രോസസ് ആണ് എന്ത്? ഡെവലപ്മെന്റ്. മീനിങ് ഒന്നുകൂടി പറഞ്ഞുതരോ? സെല്ലുലാർ ഡയമെൻഷണൽ ഓഗ്മെന്റേഷൻ. ഡയമെൻഷൻ എന്ന് വെച്ചാൽ വർദ്ധിക്കുക, അധികമാകുക എന്നുള്ള മീനിങ് കേട്ടോ. അല്ലെങ്കിൽ വളർത്തുക, അങ്ങനെയുള്ള 3 മീനിങ് ഉണ്ട്. വർദ്ധിക്കുക, വളർത്തുക, അല്ലെങ്കിൽ അധികമാകുക. ഓഗ്മെന്റേഷന്റെ മീനിങ് ഒന്ന് പറഞ്ഞു. എന്തോ ഓഗ്മെന്റേഷൻ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? യെസ്. ഓഗ്മെന്റേഷൻ വർദ്ധിക്കുക. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തത് വളരെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ നിങ്ങൾ എന്താ വാങ്ങിക്കാത്തപ്പോ? ഞങ്ങൾ ഞങ്ങൾ ഓർഡർ കിട്ടാറില്ല കൊടുത്തിട്ടുണ്ട്. 10 ദിവസം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ. 7 ദിവസം കഴിയുമെന്ന് തോന്നുന്നു. മാം, ഡയമെൻഷനിലും ഓഗ്മെന്റേഷനും സെയിം മീനിങ് തന്നെയാണോ? എന്തോ? ഡയമെൻഷനിലും ഓഗ്മെന്റേഷനും സെയിം മീനിങ് ആണോ? ഒരു മിനിറ്റ്. ടോട്ടോ ഇപ്പൊ ഇല്ലല്ലോ. പിന്നെ ടോട്ടോ കഴിഞ്ഞില്ലയോ രാവിലെ?
ആനയെ മതിയോ? Is there dimension means it is a shape or ഇത് വേണം. ആന നോക്കട്ടെ അമ്മ. ഓക്കെ, ആനയെ വെച്ച് തരാം. ആനയുണ്ടോ നോക്കട്ടെ. വലിപ്പം അല്ലെങ്കിൽ വണ്ണം അങ്ങനെ ആ ഗ്രോത്ത് അതായിരിക്കില്ലേ? ഓഗ്മെന്റേഷൻ വർദ്ധിക്കുന്ന നമ്മളെ വലിപ്പം നമ്മള് ഫിസിക്കലായിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും. കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? യെസ് മാം. യെസ് മാം. കേൾക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞ വാക്കിലൊരു വ്യത്യാസം വന്നാണ് കേട്ടോ. ഡയമെൻഷൻ അല്ല, ഡിമെൻഷൻ ആണ്. ഡിമെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിണാമമാണ് കേട്ടോ. നമ്മുടെ പരിണാമം എങ്ങനെയാണ് നമുക്ക് സംഭവിക്കുന്നത്? സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ മൂലമാണ് അല്ലെ? നമ്മുടെ കോശങ്ങളുടെ വർധനവ് മൂലമാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മളിലെ ഗ്രോത്ത് ഉണ്ടാവുന്നത്. ഡിമെൻഷനിലാണ് കേട്ടോ, ഡയമെൻഷൻ അല്ല, ഡിമെൻഷൻ പരിണാമം. ഓക്കെ, ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാല് വർദ്ധിക്കുക. അപ്പൊ നമ്മളുടെ പരിണാമത്തിന്റെ വർധനവ് മൂലമാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ആ കോശങ്ങള് വിഭജിച്ചിട്ടാണ് നമ്മളുടെ ഗ്രോത്ത് ഉണ്ടാവുന്നത് അല്ലെ? നമ്മളുടെ ശാരീരികമായിട്ടുള്ള ഓരോ ഭാഗങ്ങളും വികസിക്കുന്നത് എങ്ങനെയാണ്? ഈ കോശ വിഭജനം മൂലമാണ്. സെല്ല് എന്താണ്? കോശം. സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻസ്, കോശ വർധനവ്. ഓക്കെ, അപ്പൊ അതിലുണ്ടാവുന്ന ചേഞ്ചസ് മൂലമാണ് നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നത്? നമ്മളുടെ വീഡിയോ കാണുന്നില്ലേ? video കാണുന്നില്ല മിസ്സേ? ഇല്ല മിസ്. ഓക്കെ, നമ്മളിപ്പോ എന്താണ് വെയിറ്റ് കൂടുന്നത് അല്ലെ? നമ്മുടെ ഹൈറ്റ്, സൈസിനൊക്കെ വ്യത്യാസം വരുന്നത് എങ്ങനെയാണ്? ഈ കോശങ്ങളുടെ വിഭജനം മൂലമാണ്. ഓക്കെ, ഒരു കാര്യം പറയട്ടെ, നമ്മള് ഓരോ മീനിങ്സിന്റെ അർത്ഥം പറയാൻ പോയി കഴിഞ്ഞാല് നമുക്ക് അങ്ങനെ മനസ്സിലാവില്ല കേട്ടോ. നമ്മള് മൊത്തത്തിലൊരു അർത്ഥം പറഞ്ഞു വരും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കാം. അത്ര അറിയാത്ത വേർഡ്സുകളാണെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, human growth is based on biological events, which case growth physically that naturally happen in the course during the early stages of life. ഇനി എന്താണ് ഹ്യൂമൻ ഗ്രോത്ത് ഈസ് ബേസ്ഡ് ഓൺ ബയോളജിക്കൽ ഇവന്റ്സ്? എന്തായിരിക്കും ബയോളജിക്കൽ ഇവന്റ്സ് എന്ന് പറയുന്നത്? ഗ്രോത്ത് ഉണ്ടാവുന്നത് ബയോളജിക്കൽ ഇവന്റ്സിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ ബയോളജിക്കൽ ഇവന്റ്സ് ആണ് സംഭവിക്കാറ്? ആലോചിച്ച് നോക്കിയേ. ജീവശാസ്ത്രപരമായി നമ്മൾക്ക് എന്തെല്ലാം വ്യത്യാസങ്ങളാണ്, ഇവന്റ്സുകളാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പൊ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഫസ്റ്റ് സംഭവിക്കുന്ന ആ ഒരു ബയോളജിക്കൽ ഈവന്റ് എന്താണ്? അതൊരു ബയോളജിക്കൽ ഈവന്റ് അല്ലേ? ആ ഇവന്റിന് ശേഷവും അതിന് തൊട്ട് മുമ്പ് നമ്മളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ആവുന്നതിന് മുന്നിൽ തന്നെ ഒരു കുഞ്ഞ് പീരീഡ്സ് ആവുന്നതിന് മുന്നിൽ തന്നെ, കുഞ്ഞെന്നല്ല കുട്ടി പീരീഡ്സ് ആവുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ലക്ഷണങ്ങൾ അവരുടെ ശരീരത്തിൽ കാണിക്കും അല്ലെ? അവളുടെ ശരീരത്തിൽ കാണിക്കും. എന്തൊക്കെ ലക്ഷണങ്ങളായിരിക്കും കാണിക്കുന്നത്? ഹോർമോൺ ചേഞ്ചസ് ആയിട്ടുണ്ട്. പറഞ്ഞു ഒരു വളർച്ച ഇൻക്രീസ് ചെയ്യും. നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. ബ്രസ്റ്റ് സൈസ് വർദ്ധിക്കും. ഫിസിക്കലായിട്ട് ചേഞ്ചസ് ഉണ്ടാവും. ശാരീരികമായിട്ടായിരിക്കും ആദ്യം വ്യത്യാസങ്ങൾ വരുന്നത് അല്ലെ? അതല്ലെങ്കിൽ ആള് ചിലപ്പോ കുറച്ചൊന്ന് ചിലപ്പോ ഒന്ന് മെലിയാൻ, ചില കുട്ടികൾ ചിലപ്പോ മെലിഞ്ഞിട്ടായിരിക്കും ഒന്ന് ചിലപ്പോ പീരീഡ്സ് ആവുന്നത്. ചില കുട്ടികൾ എന്താണ് പെട്ടെന്നൊന്ന് വണ്ണം വെക്കും, പെട്ടെന്നൊന്ന് തടിച്ചതിന് ശേഷമായിരിക്കും ചിലപ്പോ പീരീഡ്സ് ആവുന്നത്. അത് കഴിഞ്ഞാൽ ചിലപ്പോ പിന്നീട് ഒന്നും കൂടി വണ്ണം വെക്കും. പക്ഷെ നേരെ മറിച്ചും സംഭവിക്കാറുണ്ട്. മെലിഞ്ഞ കുട്ടികൾ പീരീഡ്സ് ആയതിനു ശേഷമായിരിക്കും എന്ത് അവരിൽ കുറച്ച് ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാവും. മെന്റലി അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും? വളരെ ദേഷ്യം തോന്നും അല്ലെ? ഭയങ്കര ദേഷ്യം ഉണ്ടായിരിക്കും, ഇറിറ്റേറ്റഡ് ആയിരിക്കും.
പറഞ്ഞോ. മൂഡ് സ്വിങ്സ് ഉണ്ടാവും. മൂഡ് സ്വിങ്സ് ഉണ്ടായിരിക്കും അല്ലെ. നമ്മള് പീരീഡ്സിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണല്ലോ പറയുന്നത്, ആദ്യം ഉണ്ടാകുന്ന സമയത്തെ കാര്യം പറയുന്നത്. ഓക്കെ, മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നു. അങ്ങനെ പലതരത്തിലാണ് കുട്ടികളിൽ പെൺകുട്ടികളെ ആ ഒരു മെൻസ്ട്രേഷൻ പീരീഡ്, ആ ഒരു ബയോളജിക്കൽ ഇവന്റ് നടക്കുന്നത്. അതിനുശേഷം എന്താണ്, ചില കുട്ടികൾ വളരെയധികം എന്താണ് ഇൻട്രോവേർട്ട് ആയിട്ടൊക്കെ മാറാനുള്ള ചാൻസ് ആ ഒരു സമയത്താണ് ആരംഭിക്കുന്നത്. ചില കുട്ടികൾ ആ ഒരു ടൈം കഴിഞ്ഞ്, ചിലപ്പോൾ പീരീഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ നന്നായിട്ട് സംസാരിച്ചിരുന്ന കുട്ടിയായിരിക്കാം, അവന് മൊത്തത്തിൽ എന്താണ് മെന്റലി അവരുടെ കുറച്ച് ഡൗൺ ആവാനുള്ള ചാൻസസ് ആയിരിക്കും. അങ്ങനെ ഓരോരുത്തരും നമ്മളെ ഓരോ വ്യക്തികളും ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ ഓരോ പ്രോസസ്സ് നടക്കുന്നതിനനുസരിച്ച് ഓരോരുത്തരിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇനി അപ്പൊ നമ്മുടെ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം അത് മെൻസ്ട്രേഷൻ പീരീഡ് ആണ്. ഇനി ബോയ്സിന് എങ്ങനെയാണ് ബയോളജിക്കൽ ഇവന്റ്സ് നടക്കുന്നത്? അവരുടെ ശബ്ദം അവരുടെ സൗണ്ട് മാറും. ഷാപ്പിന് കുറച്ച് ലൗഡ്നെസ് റൂമായി പിന്നെ മീശ വെക്കും. പിന്നെ താടി മീശൊക്കെ വളരും. വർഗീസ് മ്യൂട്ട് ചെയ്യണേ. പറയാനുള്ളപ്പോ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം കേട്ടോ. ചെറിയ ചെറിയ പൊടിമീശയൊക്കെ മുളയ്ക്കുന്ന ഒരു സമയമാണ് അല്ലെ. അവർക്ക് പൊടിമീശ വരുന്നത്, കിടാവ് വരുന്നു. പിന്നെ ചില ആൺകുട്ടികൾ പെട്ടെന്ന് ഹൈറ്റ് വരും. തീരെ ഹൈറ്റ് ഉള്ള കുട്ടികൾ ഇപ്പൊ 8ാം ക്ലാസ് വരെ ഹൈറ്റ് ഉണ്ടായിരിക്കില്ല, പക്ഷെ പെട്ടെന്ന് ആ 8ൽ വെക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളുകളിൽ നിന്ന് ഓപ്പൺ ചെയ്യും. ഇപ്പൊ ഞാൻ തന്നെ ഒരുപാട് കുട്ടികൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. ക്ലാസ്സിൽ ഏറ്റവും ചെറുതായിരുന്നു, പക്ഷെ ഒരു വെക്കേഷൻ കഴിഞ്ഞ ആൾ വന്നപ്പോഴും ഹൈറ്റും വെയിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ, അവന് ബയോളജിക്കൽ ആയിട്ടുള്ള അവന്റെ മാറ്റങ്ങൾ അത് ആരംഭിക്കുകയാണ്. ശബ്ദമാണ് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ശബ്ദം മാറും, ചെറിയ വീശ വരും. പിന്നെ ചില ആൺകുട്ടികളും, അത് ആൺകുട്ടികളും പെൺകുട്ടികളും വരുന്നുണ്ട്, കുരുക്കൾ വരും അല്ലെ, നിറച്ച് കുരുവൊക്കെ വരും. ഫേസ് പെട്ടെന്നൊരു ചേഞ്ച് വരും. മൊത്തത്തില് അവർക്ക് അവരുടെ ചേഞ്ചസ് നടക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അത് എന്തിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ വ്യത്യാസം വരുന്നത്? സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷന്റെ ഭാഗമായിട്ട് അല്ലെ. സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷനെ വിഭജിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാവുന്നത്, പലതരത്തില് വളർച്ച ഉണ്ടാവുന്നത് അല്ലെ. പല ഭാഗങ്ങളിലും പല രീതിയിലുള്ള ബോഡി ഓർഗൻസിലെ വ്യത്യാസങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പൊ ബയോളജിക്കൽ ഈവൻസ് നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള വളർച്ചയെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഈ ഒരു ഘട്ടം കടന്നുപോയവരാണ് അല്ലെ. നമുക്കറിയാം, നമ്മള് ശാരീരികമായി നമ്മൾ പണ്ടുണ്ടായിരുന്ന ഒരു അവസ്ഥ ശാരീരിക അവസ്ഥയാണ് ഇപ്പൊ നമ്മൾക്ക് എല്ലാം അല്ലെ. ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ബോഡി ഓർഗൻസില്. നമുക്ക് മാനസികമായിട്ടും ഫിസിക്കലുമായിട്ടും എന്താണ് നമ്മൾക്ക് പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. Okay. Human growth is based on biological events which cause growth physically that naturally happens in course during the early stage of life. അപ്പൊ ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് എങ്ങനെ സംഭവിക്കുന്നതാണ്? അസ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണോ ഗ്രോത്ത്? അല്ല, നാച്ചുറലി അല്ലേ. സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്ത്, വളർച്ച അഥവാ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ശാരീരികമായ വളർച്ച എല്ലാ ഹ്യൂമൻ ബീങ്സിലും ഉണ്ടായിരിക്കും. എല്ലാ ബോഡി ഓർഗൻസിലും നമ്മളുടെ മറ്റ് ഫിസിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എന്താണ്, നമ്മൾക്ക് ഗ്രോത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്താ ഗ്രോത്ത് എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കാം കേട്ടോ. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയതൊന്ന് പറഞ്ഞു തരാമോ? എന്തോ പഠിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആയതൊന്ന് പറഞ്ഞു തരാമോ? പറഞ്ഞു തരും കേട്ടോ, പറഞ്ഞു തരും. ഒരു ഇൻട്രൊഡക്ഷൻ ആകും നമ്മൾ നോക്കിയിരിക്കും കേട്ടോ. ഓക്കെ. ഓക്കെ, ഇനി ഈ തേർഡ് പാരഗ്രാഫ് നിങ്ങൾ വായിച്ചു. ഞാൻ വായിക്കാം മിസ്. Development, nevertheless, in the product of psychological and social growth stressed by environmental and individual behavior factors, sometimes more easily referred as a maturity. While both these natural processes are greatly different, both growth and development are closely related steps in producing healthy adults. ഓക്കെ, അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ, എന്നിരുന്നാലും വികസനം എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഗ്രോത്ത് സ്ട്രെസ് ബൈ എൻവയോൺമെന്റൽ ആൻഡ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ഫാക്ടേഴ്സ്, സംടൈംസ് more easily referred to as maturity.
എന്നിരുന്നാലും വികസനം എന്താണ്? മാനസികവും സാമൂഹ്യമായിട്ടുള്ള വളർച്ചയുടെ ഫലമാണെന്നാണ് പറയുന്നത്. വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു എന്താണ്? മാനസികവും സാമൂഹ്യമായിട്ടുള്ള വളർച്ചയുടെ ഒരു ഫലമാണ് എന്ത്? വികസനം അഥവാ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് പാരിസ്ഥിതികമായിട്ടും നമ്മൾ ഓരോ ഇൻഡിവിജ്വലിൽ എന്താണ് പലതരത്തിലെ പാരിസ്ഥിതികമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നമ്മൾക്ക് ബിഹേവിയറൽ ആയിട്ടുള്ള വ്യത്യാസങ്ങളും ഓരോ മനുഷ്യരിലും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ബൈ environmental and individual behavioral factors, sometimes more easily referred to as maturity, while both of these natural processes are greatly different. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? ഗ്രോത്തും ഡെവലപ്മെന്റും എന്താണ്? എൻറ്റയർലി ഡിഫറെന്റ് ആണെന്നാണ് പറയുന്നത്. ഒക്കെ നാച്ചുറൽ പ്രോസസ് ആണെങ്കിലും അതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഏത് രീതിയിലുള്ള വ്യത്യാസങ്ങളായിരിക്കാം? ഏത് രീതിയിലുള്ള വ്യത്യാസങ്ങളാണ്? അപ്പൊ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഗ്രോത്ത് എങ്ങനെ സംഭവിക്കുന്നതാണ്? വളർച്ച. ബയോളജിക്കൽ വളർച്ച. സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ മൂലമാണ് നമ്മൾക്ക് എന്തുണ്ടാവുന്നത്? ഗ്രോത്ത് ഉണ്ടാവുന്നത് അല്ലെ? അത് നമ്മൾക്കൊരു പ്രായം എത്തുന്ന സമയത്ത് നമ്മളിൽ വളർച്ച നിൽക്കുന്നു അല്ലെ, ഗ്രോത്ത് നിൽക്കുന്നു. ഏകദേശം നമ്മൾ മെച്യൂർഡ് ആവുന്ന സമയത്ത്, പക്വത കൈവരിക്കുമ്പോൾ എന്ത് അവസാനിക്കുന്നു? വളർച്ച അവസാനിക്കുന്നു. പക്ഷെ വികസനം എങ്ങനെയാണ്? അത് കണ്ടിന്യൂസ് ആണ്. നമ്മളുടെ ശാരീരികമായ വളർച്ചയെ അവസാനിക്കുന്നുള്ളൂ അല്ലെ, പക്ഷെ നമ്മളുടെ വികസനം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, അതല്ലേ നമ്മൾ പറഞ്ഞത് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് ലൈഫ് ലോങ് പ്രോസസ് ആണ് അല്ലെ. അതിങ്ങനെ തുടർച്ചയായ ഒരു പ്രക്രിയയാണ്, ഒരിക്കലും അവസാനിക്കുന്നില്ല. ജനനം മുതൽ മരണം വരെയുള്ള ഒരു പ്രക്രിയയാണ് എന്ത്? മ്യൂട്ട് ചെയ്യുന്നേ ആരാണ് അൺമ്യൂട്ട് ചെയ്തേക്കുന്നത്? നിഷാഖ് സുലൈമാൻ മ്യൂട്ട് ചെയ്യുന്നേ. Okay. While both of the natural processes are greatly different, അപ്പോൾ രണ്ടും രണ്ട് വ്യത്യസ്ത മേഖലകളാണ് അല്ലെ. വികസനവും വളർച്ചയും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് വളരുന്നത്. Both growth and development are closely related steps in producing healthy adults. ഇവ തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പക്ഷെ എന്താണ്? രണ്ടും ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട്. എവിടെയാണ് ക്ലോസ് റിലേഷൻഷിപ്പ് വരുന്നത്? ഒരു പ്രൊഡ്യൂസ് ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇല്ല. എനിക്ക് പക്ഷേ ക്ലാസ് എടുക്കാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ മരം ഇങ്ങനെ കട്ട് ചെയ്തോണ്ടിരിക്കുക. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ. ഓക്കെ, അപ്പൊ ഇവ രണ്ടും തമ്മിൽ റിലേഷൻസ് ഉണ്ട്. എങ്ങനെയാണ്? നല്ലൊരു തലമുറയെ വാർത്തെടുക്കുക, നല്ലൊരു അഡൽട്സിന്, അതായത് ആരോഗ്യമുള്ള മുതിർന്നവരെ വാർത്തെടുക്കുന്നതിൽ എന്താണ്? ഗ്രോത്തും വികസനവും ഒരേപോലെയാണ് പങ്ക് വഹിക്കുന്നത് അല്ലെ. അപ്പോഴുള്ള വികസനവും ഗ്രോത്തും ഒരേപോലെ സംഭവിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടായിരിക്കുന്നത്? ആസ് എ ഹ്യൂമൻ ബീയിങ് ആയിരിക്കുന്നത് നമ്മൾ അല്ലെ. നമ്മളിൽ എന്തുണ്ട്? രണ്ടും ഉണ്ട് അല്ലെ. രണ്ടും ഉണ്ട്. ഒരെണ്ണം നിൽക്കുന്നിടത്ത് പക്ഷെ ഒരെണ്ണം ചാറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. രണ്ടും ഒരേപോലെ തുടങ്ങുന്നതാണ്, പക്ഷെ ഒരെണ്ണം നിൽക്കുന്നു. നമുക്ക് പക്വത കൈവരിക്കുന്ന സമയത്ത് നമ്മളുടെ വളർച്ച സ്റ്റോപ്പ് ആവുന്നു. പക്ഷെ വികസനം അങ്ങനെയല്ല. വികസനം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. അപ്പോ നല്ലൊരു പ്രൊഡ്യൂസിങ് ഹെൽത്തി അഡൽട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആരോഗ്യമുള്ളൊരു നല്ല മുതിർന്നവരെ ഉത്പാദിപ്പിക്കുന്നതില് അടുത്ത ബന്ധമുള്ള രണ്ട് ഘടകങ്ങളാണ് എന്ത്? ഡെവലപ്മെന്റും ഗ്രോത്തും. ഓക്കെ, അപ്പൊ നമ്മളെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ആരാണ്? ഈ ഡെവലപ്മെന്റും ഗ്രോത്തിന്റെയും ഭാഗമായിട്ടാണ് നമ്മള് ഇത്തരത്തില് ഈ ഒരു മൊമെന്റിൽ കൂടി ഇരിക്കുന്നത്. നമ്മളിൽ എന്തുണ്ടായിട്ടുണ്ട്? ഇപ്പൊ നിങ്ങൾ +2 പഠിച്ച ആ ഒരു കണ്ടന്റ് ആണോ ഇപ്പൊ മോണ്ടിസോറിയിൽ പഠിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു?
നിങ്ങൾക്ക് വികസനം ഉണ്ടായി, നിങ്ങളുടെ തോട്ട്സ് മാറി, നിങ്ങളുടെ ചിന്താഗതികൾ മാറി, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസ് മാറി, നിങ്ങൾ വേറൊരു തരത്താണ് ഇപ്പൊ ഇരിക്കുന്നത് അല്ലെ, വേറൊരു രീതിയിലാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്, നിങ്ങൾ വേറൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് അല്ലെ. നിങ്ങളിപ്പോ എന്ത് സംഭവിച്ചു? നിങ്ങളിപ്പോ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെയാണ് ഇരുന്ന് പഠിക്കുന്നത് അല്ല അല്ലെ, നിങ്ങൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എത്തി. അപ്പൊ നിങ്ങളിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്? വികസനം സംഭവിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഡെവലപ്മെന്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിൽ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ ക്രോ ആൻഡ് ക്രോ, അതായത് ഒരു സൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹം കേട്ടോ. ഇവിടെ രണ്ട് പേരുടെ ഡെഫിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് നിർവചനം, ഗ്രോത്തിന്റെയും ഡെവലപ്മെന്റിന്റെയും കുറിച്ചിട്ടുള്ള നിർവചനങ്ങൾ, എന്താണ് ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് രണ്ട് സൈക്കോളജിസ്റ്റുകളുടെ ഡെഫിനേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ക്രോ ആൻഡ് ക്രോ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരാണ് കേട്ടോ. ക്രോ ആൻഡ് ക്രോ ഒരു വ്യക്തിയുടെ പേരാണ്. ഓക്കെ, അദ്ദേഹം എന്താണ് ഗ്രോത്തിനെ പറയുന്നത്? According to Crow and Crow, remarks that growth refers to structural and physiological changes, while development refers to growth as well as change in behavior. അദ്ദേഹം എന്താണ് ഡെവലപ്മെന്റിനെയും ഗ്രോത്തിനെയും നിർവചിക്കുന്നത് എങ്ങനെയാണ്? വളർച്ച എന്നത് അദ്ദേഹം പറയുന്നു ഘടനാപരവും ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. അദ്ദേഹം എന്താ പറയുന്നത്? ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറലും ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസിനെയാണ് വിവരിക്കുന്നത്. അതായത് നോട്ട് ചെയ്തോളൂ, വളർച്ച എന്നത് ഘടനാപരവും ശാരീരികവുമായ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. വളർച്ച എന്നത് ഘടനാപരവും ശാരീരികവുമായ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നുവെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. വളർച്ച, ഗ്രോത്ത് എന്നത് ഘടനാപരവും ശാരീരികവുമായ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അതേസമയം വൈൽ ഡെവലപ്മെന്റ് റെഫേഴ്സ്, അതേസമയം വികസനം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അദ്ദേഹം പറയുന്നത്? വളർച്ചയുടെയും പെരുമാറ്റത്തിലെ മാറ്റങ്ങളെയുമാണ് അത് സൂചിപ്പിക്കുന്നത്. വികസനം വളർച്ചയെയും പെരുമാറ്റത്തിലെ മാറ്റങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. വികസനം വളർച്ചയെയും പെരുമാറ്റത്തിലെ മാറ്റങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. ഒന്നുകൂടെ പറ, ശ്രദ്ധിച്ചിരിക്കുക. അക്കോർഡിംഗ് ടു ക്രോ ആൻഡ് ക്രോ, ക്രോ ആൻഡ് ക്രോ ഡെവലപ്മെന്റിനെയും ഗ്രോത്തിനെയും ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസിലൂടെയാണ്. അതായത് വളർച്ച എന്നത് എന്താണ്? ഘടനാപരവും ശാരീരികവുമായ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് അല്ലെ. നമ്മുടെ ശരീരഘടനയിലും അതുപോലെ ശാരീരികമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണോ? ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? യെസ്. അപ്പൊ അദ്ദേഹം ഡെവലപ്മെന്റിന് എന്തായിട്ടാണ് സൂചിപ്പിക്കുന്നത്? വികസനം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അദ്ദേഹം പറയുന്നത്? വളർച്ചയെയും പെരുമാറ്റത്തിലെ പെരുമാറ്റത്തിലെ മാറ്റങ്ങളെയാണ്, ഒരാളുടെ ബിഹേവിയറിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെയാണ് അദ്ദേഹം ഡെവലപ്മെന്റ് അഥവാ വികസനം. ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ the term development refers to a progressive series of changes. അത്രയും മതിയോ? പ്രോഗ്രസീവ് സീരീസ് ഓഫ് ചേഞ്ചസ് മതിയേ? എന്താണ് ഇത് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞില്ല മിസ്സേ? അപ്പൊ നമ്മൾ ഇംഗ്ലീഷിലേക്ക് പറയുവാണെങ്കിൽ the term development refers to a progressive series of changes അത്രയും മാത്രം മതിയോ? അല്ല ഫുൾ വേണോ പോയിന്റ്സ്? ഇത് ഈ ഡെഫിനിഷൻ അങ്ങനെ കാണാം. ഓക്കെ ഓക്കെ, ഒന്നുകൂടി നോട്ട് ചെയ്യാം. And Crow remarks that growth refers to structural and physiological changes, while development refers to growth as well as change in behavior. ഇത്രയും മനസ്സിലാക്കുക. അദ്ദേഹം പറയുന്നത് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിലും ഫിസിയോളജിക്കലും ആയിട്ടുണ്ടാവുന്ന ചേഞ്ചസ് ആണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് അദ്ദേഹം വികസനം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു സൈക്കോളജിസ്റ്റ് ആണ് ഹാർലോക്ക്. കണ്ടോ? In the words of Harlock, Hurlock, Harlock,
നമ്മൾ ഒരുപാട് സൈക്കോളജിസ്റ്റുകളുടെ പേരുകൾ പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് അടിച്ചാൽ പൊട്ടാത്ത പേരുകളൊക്കെ എന്താ കുറെ പേരിടാം. അതൊന്ന് നോട്ട് ചെയ്ത് എഴുതി പഠിക്കണം. നമ്മൾ വിചാരിക്കുന്ന സ്പെല്ലിങ്ങിലല്ല അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇതൊന്നും കുഴപ്പമില്ല, അല്ലാതെ വരുന്നതൊക്കെ ഉണ്ട്. അദ്ദേഹം എന്താണ്, അദ്ദേഹം ഇവിടെ ഡെവലപ്മെന്റിനെ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഡെവലപ്മെന്റിനെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. The term development refers a progressive series of changes that happen in an orderly, predictable pattern as a result of maturation and experience. ഇവിടെ വായിക്കാം. In the words of Havelock, the term development refers to, development എന്ന് പറഞ്ഞാല് refers a progressive series of changes that happen in an orderly, predictable pattern as a result of maturation and experience. പിന്നെ മലയാളം നോട്ട് ചെയ്തോളൂ കേട്ടോ. വികസനം എന്ന പദം എന്താണ്? വികസനം എന്ന പദം പക്വതയുടെയും, നോട്ട് ചെയ്യാം കേട്ടോ, വികസനം എന്ന പദം പക്വതയുടെയും, വികസനം എന്ന പദം പക്വതയുടെയും അനുഭവത്തിന്റെയും, വികസനം എന്ന പദം പക്വതയുടെയും അനുഭവത്തിന്റെയും ഫലമായി ക്രമാനുഗതമായി ഇവിടെ പ്രഡിക്റ്റബിൾ പ്രാക്ടീസ് എന്ന് പറഞ്ഞില്ല, എന്താണ്? ഫലമായി ക്രമാനുഗതമായി പാറ്റേൺ എന്ന മീനിങ് കേട്ടോ. ക്രമാനുഗതമായി പ്രവചിക്കാവുന്ന ക്രമാനുഗതമായി എന്ന് വെച്ചാൽ ഓർഡർലി ആണ് കേട്ടോ. ഓർഡർലി പ്രവചിക്കാവുന്ന പാറ്റേണിൽ സംഭവിക്കുന്ന ഒരു പുരോഗമന പരമ്പരയെ സൂചിപ്പിക്കുന്നു. ഒന്നുകൂടി പറയാം. അക്കോർഡിംഗ് ടു ഹാർലോക്ക്, വികസനം എന്ന പദം പക്വതയുടെയും അനുഭവത്തിന്റെയും ഫലമായി ക്രമാനുഗതമായി പ്രവചിക്കാവുന്ന പാറ്റേണിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുടെ ഒരു പുരോഗമന പരമ്പരയെ സൂചിപ്പിക്കുന്നു. ഇവിടെ അദ്ദേഹം പറഞ്ഞ എന്താണ്? ഇവിടെ ഡെവലപ്മെന്റ് ഒരാൾക്ക് പക്വതയും അതുപോലെ തന്നെ അനുഭവത്തിന്റെ ഫലമായിട്ടാണ് ആൾക്ക് വികസനം ഉണ്ടാവുന്നത് എന്നാണ് ഹാർലോക്ക് പറയുന്നത്. അതിങ്ങനെ എന്താണ്? അതിങ്ങനെ ഒരു ഓർഡറിലായിട്ടായിരിക്കും ഓരോരുത്തർക്കും വികസനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഓർഡറിൽ നമുക്ക് പ്രവചിക്കാൻ കഴിയും, ഇതിന്റെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രവചിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരു എന്താണ്? ഒരു കൃത്യമായ ഒരു പാറ്റേണിലായിരിക്കും ഒരു മനുഷ്യനില് എന്തുണ്ടാവുന്നത്, വികസനം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആള് പക്വത ആർജിച്ചതിന് ശേഷം കേട്ടോ. ആള് പക്വതയും ആളുടെ അനുഭവത്തിന് വെളിച്ചത്തിലാണ് ആൾക്ക് എന്ത് സംഭവിക്കുന്നത്, വികസനം സംഭവിക്കുന്നു എന്നാണ് അദ്ദേഹം ഇവിടെ അഭിപ്രായപ്പെടുന്നത്. നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ക്രോ ആൻഡ് ക്രോയുടെ ഡെഫിനിഷൻ ആണ് കേട്ടോ. പഠിച്ചു ബൈഹാർട്ട് ആക്കേണ്ടത് ക്രോ ആൻഡ് ക്രോയുടെ ഡെഫിനിഷൻ ആണ്, കാണാതെ പഠിച്ചു വെക്കുന്നത്. ഓക്കെ മിസ്സേ, നമുക്ക് ഇത് ഇംഗ്ലീഷിലല്ല മിസ്സേ എക്സാംസ് ഒക്കെ ഉണ്ടാവുക? മലയാളം ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പോരെ മിസ്സേ? ഈ ക്രോ ആൻഡ് ക്രോ റിമാർക്സിന്റെ ഇത് ഞാനൊന്ന് പറയണ്ടേ? ഇപ്പൊ ഈ ഡെഫിനേഷൻ വരും, ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരിക്കും വരുന്നത്, ചിലപ്പോൾ മാറി മാറുന്നത്. ഈ ഡെഫിനേഷൻ തന്നിട്ട് ഇതാരാണ് എഴുതിയത് അല്ലെങ്കിൽ ആരാണിത് കോയിൻ ചെയ്തത്, ആരാണെന്ന് ചോദിക്കും. അപ്പൊ കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ക്രോയ് ഉണ്ടാവും, ഹാർലോക്ക് ഉണ്ടാവും, വൈക്കോട്സ്കി ഉണ്ടാവും, അങ്ങനെ കുറച്ച് പേരുണ്ടാവും, വിഷയം കൊണ്ട് അങ്ങനെ കൊടുക്കും. അപ്പൊ നമുക്കറിയാലോ, നമ്മൾ ഈ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്, അത് ആരാണ് എഴുതിയെന്ന് നമുക്കറിയാം അല്ലെ? ക്രോ ആൻഡ് ഡെഫിനിഷൻ ആണ്. അപ്പൊ നമ്മൾ ആ 4 ഓപ്ഷൻസിൽ ഏതാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യും. അല്ലെങ്കിൽ
ഇത് വേറെ രീതിയിൽ ഈ ഡെഫിനേഷൻ തിരിച്ചു ചോദിക്കാം. അതായത് നമുക്ക് മനസ്സിലാവും, പക്ഷെ തിരിച്ചു വളച്ചു പിടിച്ചിട്ടൊന്നും ചിലപ്പോൾ ചോദിച്ചിട്ടില്ല. പക്ഷെ നമ്മൾക്കറിയാം അത് പ്രൊയാക്റ്റീവ് ഡെഫിനിഷൻ ആണ്. 2-3 പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം, അത് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, പിന്നെ വരുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ എന്തൊക്കെയാണ്? അതായത് ഫാക്ടേഴ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഒരു 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ ഫാക്ടർ ഏതൊക്കെയാണെന്ന് പഠിക്കും അല്ലെ? പഠിച്ചതിന് ശേഷമാണ് നമ്മളത് എഴുതാൻ പോകുന്നത്. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ അങ്ങനെ കൺഫ്യൂസ്ഡ് ആവുമെന്ന് വേണ്ട കേട്ടോ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞത് എല്ലാ സബ്ജക്റ്റിനും ബാധകമാണോ? എന്തോ മിസ് പറഞ്ഞില്ല ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് എന്ന്. കേട്ടോ, എല്ലാ സബ്ജക്റ്റ് അങ്ങനെ തന്നെയാണോ? ആ സബ്ജക്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് ഇംഗ്ലീഷിനോടൊന്ന് ചോദിക്കണം കേട്ടോ. മിക്കവാറും ഒബ്ജക്റ്റീവ് തന്നെ ആയിരിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ആയിരിക്കുള്ളൂ. അല്ലാതെ നമുക്ക് സ്ക്രിപ്റ്റ് എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ലല്ലോ, ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇല്ലല്ലോ. ഓക്കെ മാം. ഓക്കെ, സംശയം കഴിഞ്ഞിട്ടില്ല അല്ലേ? മിസ് ഒരു സംശയം കൂടെ, നമുക്ക് ഇതിന്റെ നോട്ട് സെപ്പറേറ്റ് ഇനി തരുവോ? നോട്ടല്ല, ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ഒരു 5 അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് തരും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക, തന്നിരിക്കുന്ന PDF നന്നായിട്ട് വായിച്ചു പഠിക്കുക. ഇത്രയേ ഉള്ളൂ. വായിച്ച് ബൈഹാർട്ട് ആക്കണം. ബൈഹാർട്ട് ആക്കേണ്ടത് നമ്മൾ പറഞ്ഞു തരും, അത് പഠിക്കണം കേട്ടോ. അല്ലാത്തതൊന്നും മനസ്സിലാക്കി പഠിച്ചു വെക്കാം. ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് വായിക്കുമ്പോൾ എവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കഴിയുമ്പോൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാകും പിള്ളേരെ, സോറി എന്താണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് കേട്ടോ. പേടിയായിട്ടാണോ ഇങ്ങനെ ചോദിക്കണേ? ആണോ? പറഞ്ഞോ. ഒരു എക്സാമ്പിൾ കാണിക്കാനായിട്ട് എന്താ? ഇപ്പൊ നമ്മള് ഹെൽത്ത് കെയർ എന്നൊരു ചാപ്റ്റർ എടുക്കുമെന്ന് വെക്കാം. നിങ്ങൾ ഫസ്റ്റ് പാർട്ടിൽ ഹെൽത്ത് കെയർ എന്നൊരു ചാപ്റ്റർ ഉണ്ട്, പാർട്ട് 1. കേൾക്കുന്നുണ്ടോ എല്ലാവരും? അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. ഇത് നമ്മളെ ടെക്സ്റ്റിൽ എടുക്കുന്ന അതേ സെന്റൻസ്, ഇതിലെ സെന്റൻസ് തന്നെ നമ്മളിങ്ങനെ ഡാഷ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇടും. അതായത് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. ദ പോളിയോ വാക്സിൻ കേട്ടിട്ടില്ലേ നമ്മള്? പോളിയോ വാക്സിൻ, പോളിയോ വാക്സിൻ ഈസ് ഗിവൻ along with dash doses. എത്ര ഡോസസിലാണ് അത് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ഇത് ടെക്സ്റ്റിൽ അതേ സെന്റൻസ് തന്നെയാണ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ അങ്ങനെ കൊടുത്തിരിക്കുന്നത്, ആ ടെക്സ്റ്റിൽ നിന്ന് അതേ ക്വസ്റ്റ്യൻ എടുത്തു. ദ പോളിയോ വാക്സിൻ ഈസ് ഗിവൻ ഓൺലി വിത്ത് ദ ഡാഷ് ഡോസസ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എ 2 doses, ബി 1 booster dose, മൂന്നാമത്തത് സി 3 DPT ഡോസ്, 4 DPT ഡോസ്. അപ്പൊ അതിൽ നിങ്ങൾ പഠിക്കും എത്ര ഡോസ് ആണ് ഏത് ടൈമിലാണ് കൊടുക്കുന്നത്. ഇതിന്റെ ആൻസർ സി ആണ്. അപ്പൊ സിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ഓപ്ഷൻസ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യാനായിരിക്കുള്ളൂ നിങ്ങൾക്ക് കേട്ടോ. അപ്പൊ ആൻസർ സി ആണ്. 3 DPT ഡോസസ് ആണ് പോളിയോ വാക്സിനിൽ കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് തന്നെ. അതുകൊണ്ടാണ് ടെക്സ്റ്റ് വായിക്കാൻ പറയുന്നത്. അപ്പൊ ടെക്സ്റ്റിന് ഇതേപോലെ ഡാഷ് ഇട്ട് തരുമ്പോൾ നിങ്ങളത് വായിച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് ക്ലിക്ക് ആവും. മനസ്സിലായോ? അല്ലാതെ പുറത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തും കേട്ടോ. ഇപ്പൊ ബിഫോർ ബർത്ത് ടു മദർ, അതായത് ആ ഒരു ഡെലിവറിക്ക് മുൻപ് നമുക്ക് ഏത് രീതിയിലുള്ള വാക്സിനേഷൻ ആണ് എടുക്കുന്നത്? BCG ആണോ? ബിഫോർ ബർത്ത് given to the mother, അമ്മയ്ക്ക് കൊടുക്കുന്നത് അപ്പൊ ഒരുപാട് വാക്സിൻസ് പേര് അവിടെ ഓപ്ഷൻസിൽ ഉണ്ടായിരിക്കും. ഇതില് ടെറ്റനസ് ഉണ്ട്, മീസിൽസ് ഉണ്ട്, MMR ഉണ്ട്, DPT പോളിയോ ഉണ്ട്. ഏതാണ് നമ്മുടെ ആൻസർ? എ ആണ്, ടെറ്റനസ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതുപോലെ ഒരു ചോദ്യം ഉണ്ടാവും, 4 ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങളൊന്ന് സമാധാനിക്കും, നിങ്ങളൊന്നും പേടിക്കണ്ട, ഒരു പ്രശ്നമില്ല കേട്ടോ. എന്തോ മാം എന്താ അറിയോ, എക്സാം നമ്മൾ എങ്ങനെയായിരുന്നു? ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ? എന്താണ് മാമിന് കേൾക്കുന്നുണ്ടോ? പറയുന്നത്? കേൾക്കുന്നുണ്ട്, പറഞ്ഞോ.
നമ്മള് എക്സാം എങ്ങനെയായിരുന്നു? ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ? നമ്മള് എക്സാമിന്റെ ടൈം വന്നേക്കുമ്പോൾ നിങ്ങൾക്ക് സമയം തരും, പഠിക്കാനുള്ള സമയമൊക്കെ തന്നിട്ടാണ് എക്സാം നടത്തുന്നത്. അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. ഇപ്പൊ നമ്മള് മൊഡ്യൂൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന്റെ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് അതിന്റെ ഇടയിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഈ രീതിയിലാണ് നിങ്ങൾക്ക് പരീക്ഷ ഉള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ചാപ്റ്റർ ഒരു 10 ഒരു ഡൗട്ട്, ചോദിച്ചു. പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ വരും പറഞ്ഞില്ലേ, അത് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ? ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇടും. അതായത് ചിലപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തതൊക്കെ ഉണ്ടാവും, പക്ഷെ ഇതിൽ ഇത് റിലേറ്റഡ് ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടി അതൊന്ന് അഡ്വാൻസ് ആയിട്ട് പഠിച്ചിരിക്കാൻ വേണ്ടി ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് പുറത്തുനിന്നായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചതിന്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് പഠിച്ചതിന് ശേഷം നിങ്ങൾ എക്സാം എഴുതുള്ളൂ കേട്ടോ. അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ തന്നെ ആയിരിക്കുള്ളൂ എക്സാമിന്. അതേ മോഡൽ, അത് സെയിം അല്ല, അതേ മോഡൽ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങളൊന്നും പേടിക്കണ്ട, ഞാനല്ലേ പറയുന്നത്. ഇനി ഉണ്ടോ ഇനി സംശയം? Okay, ma'am. Thank you. ഇനി എന്തെങ്കിലും ഉണ്ടോ സംശയം എക്സാമിനെ പറ്റി? ഇത് വെച്ച് തീർക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ പോർഷൻസ് ഒന്നും തീരില്ല. നമ്മളിങ്ങനെ സംശയ നിവാരണമായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി ടെക്സ്റ്റ് ഇല്ലാതെ അപ്പൊ എനിക്ക് നിങ്ങളോട് വായിക്കാനായിട്ട് പറയാൻ പറ്റില്ല. ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമാണോ? ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമല്ലേ? എങ്ങനെ നോക്കി പഠിക്കും? അപ്പൊ ഞാൻ വരുന്ന കുറച്ച് ലെക്ചർ നോട്ട് വെച്ച് പഠിച്ചാൽ ശരിയാവോ? ഇല്ലല്ലോ, ടെക്സ്റ്റ് വായിക്കണ്ടേ? അതാണ്, ടെക്സ്റ്റ് മാക്സിമം വാങ്ങിക്കണം. മാക്സിമം നല്ല വാങ്ങിക്കണേ. ഓക്കെ ഓക്കെ. ഡെയിലി എടുക്കുന്ന നോട്ട്സ് ഒക്കെ നമുക്ക് വന്നില്ല, 10 ദിവസം കഴിയുള്ള പറഞ്ഞത്. ഇപ്പൊ നമ്മള് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തിലെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങൾ, എങ്ങനെയാണ് വികസനവും ഗ്രോത്ത് ഉണ്ടാവുന്നത് മാത്രം, പിന്നെ ഒരു 2 ഡെഫിനേഷൻസ് മാത്രം നമ്മളിപ്പോ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. ഇപ്പൊ ഈ ഡെഫിനേഷൻ വരെ എടുത്തതിൽ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആണോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സൈക്കോളജി അടുത്ത ഭാഗത്തില് ഞാനത് പറഞ്ഞു വെക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഗ്രോത്തിന്റെ ഡെവലപ്മെന്റിന്റെ ഡിഫറൻസ്, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അതൊരു ടേബിളിലായിരിക്കും നമ്മൾ പഠിക്കുന്നത് കേട്ടോ. കണ്ടോ? കാണുന്നുണ്ടോ? ടേബിൾ കണ്ടോ? Yes, ma'am. ഇത് വളരെ സിമ്പിൾ ആണ്, പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പൊ അത് നമ്മള് ഗ്രോത്ത് എന്താണെന്ന് പറഞ്ഞാൽ തന്നെ ഡെവലപ്മെന്റിന്റെ നിർവചനം നമുക്ക് ആ വ്യത്യാസം നമുക്ക് പെട്ടെന്ന് ഇപ്പൊ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ഡെവലപ്മെന്റ് എന്താണെന്ന് ഒരു പിടുത്തം കിട്ടിയില്ലേ? അതൊക്കെ തന്നെ ഇതിൽ വരുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ബോക്സ് നമ്മൾ ബൈഹാർട്ടാക്കി പഠിക്കണം കേട്ടോ. എവിടെ നിന്ന് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഒരു ചോദ്യം വരാം. അപ്പൊ ഡിഫറൻസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ്. വികസനത്തിന്റെ തത്വങ്ങൾ എന്തൊക്കെയാണ്? ഒരു 10-12 തത്വങ്ങൾ അതിനെ പറ്റിയുണ്ട്. അതൊക്കെ സിമ്പിൾ ആണ്, മനസ്സിലാവുന്നതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാല് നമ്മളുടെ വികസനത്തിനെയും ഗ്രോത്തിനെയും സഹായിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അത് മാത്രം ഇച്ചിരി കൂടുതലുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നോക്കുന്നത് നമ്മുടെ ലൈഫിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ലൈഫ് എങ്ങനെ ഉണ്ടായി, നമ്മൾ എങ്ങനെ ഉണ്ടായി. നമ്മൾ ബയോളജിയിൽ പഠിച്ചിട്ടുള്ളതല്ലേ അതൊക്കെ? പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ ഓവത്തിന്റെ പീരീഡ് എങ്ങനെയാണ്, എംബ്രയോയുടെ പീരീഡ് ഏത് സമയം മുതൽ ഏത് വീക്ക് വരെയാണ്, പീരീഡ് ഓഫ് ഫോർച്ചസ്, ബേബി അറ്റ് ബർത്ത് വരെ, കുഞ്ഞിന്റെ ജനനം വരെയുള്ള ആ ഒരു സമയം വരെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം നോക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഏകദേശം ഒരു ധാരണ കിട്ടിയോ ഇതിൽ എന്തായിരിക്കുമെന്ന്? നസീമ ഉണ്ടോ ക്ലാസ്സിലെ? ഇല്ല, ചോദിച്ചതാണ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കയറിയിരുന്നോ? എല്ലാ ക്ലാസ്സിലും കയറിയിട്ടുണ്ടായിരുന്നു. കയറിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? മനസ്സിലായി വരുന്നുള്ളൂ, നോക്കണം. ഒരുപാട് ഇമ്പ്രൂവ് ആവാണ്ടുണ്ട് വായിച്ചിട്ടേ.
ഇനിയിപ്പോ റെക്കോർഡ് ക്ലാസ്സും കൂടി ഒന്ന് കേട്ടിട്ട് നോട്ട് എഴുതി വെച്ചിട്ട് പിന്നെ ടെസ്റ്റ് കിട്ടിയാൽ തന്നെ ഒരുപാട് ഉപകാരമാണ്. ടെക്സ്റ്റ് എല്ലാരും വാങ്ങിക്കണം കേട്ടോ. എങ്ങനെയാണ് ഇന്നലെ ഫീസ് പറയുന്നത്? ടെക്സ്റ്റ് എത്ര? 1450. ഡിപ്ലോമക്കാർക്ക് 1450. 1850. യുജിക്കാർക്ക് 1850. ഓക്കെ, ടെക്സ്റ്റ് വായിക്കും. ഇപ്പൊ ഇത് നിങ്ങളോട് വായിക്കാൻ പറയാൻ പറ്റില്ല അല്ലെ? അപ്പൊ ഞാനൊരു കാര്യം പറയാം. ഒരു വർക്ക് തരാം നിങ്ങൾക്ക്, ഒരു ആക്ടിവിറ്റി തരാം. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അതായത് ഇപ്പൊ നമ്മള് 2 ഡെഫിനേഷൻസ് നോക്കിയില്ലേ? അതേപോലെ ഗ്രോത്തിന്റെയും ഡെവലപ്മെന്റിന്റെയും ഒരു 2 ഡെഫിനേഷൻസ് കൂടി, 2 എണ്ണം കൂടി നിങ്ങളൊന്ന് കണ്ടെത്തി കൊണ്ടുവരാം. അതിപ്പോ നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഏത് സൈക്കോളജിസ്റ്റും ആയിക്കോട്ടെ, ആര് ഡിഫൈൻ ചെയ്തതായിക്കോട്ടെ, അത് 2 എണ്ണം കണ്ടെത്തുക കേട്ടോ. 2 എണ്ണം ഞാനിവിടെ അച്ഛനോട് ചെയ്യാറ്. നിങ്ങൾ മാക്സിമം 2 എണ്ണം കണ്ടെത്തുക. മനസ്സിലായോ? ഓക്കെ. എടുത്തിട്ട് ആക്ടിവിറ്റി 1 എന്ന് പറഞ്ഞിട്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഡെഫിനിഷൻസ് ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ആ 2 ഡെഫിനിഷൻസിന്റെ ഓരോ നമ്പർ ഇട്ടിട്ട് അങ്ങോട്ട് എഴുതാം. ഫസ്റ്റ് ഡെഫിനിഷൻ ആരുടെയാണ്, ആരെന്താണ് പറഞ്ഞത്, എന്നിട്ട് അതൊന്ന് വായിച്ചു നോക്കുക. മനസ്സിലാവോ എന്നുള്ളതൊന്ന് നോക്കുക. തനിയെ വായിച്ചു നോക്കുക, ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ 1-2 പേര് അത് ഇവിടെ ഒന്ന് അവതരിപ്പിക്കണം. നിങ്ങൾ എഴുതിക്കൊണ്ട് എല്ലാവരും എഴുതണം. പറ്റുന്നവരെ കൊണ്ട് അത് ഞാനത് വായിപ്പിക്കും. ഓക്കെ താങ്ക് യു. ആയിക്കോളൂ കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. നോട്ട്ബുക്ക് ബാക്കിലായിട്ട്